കേരള ജമിയത്തുൽ ഉലമ എന്തിനു വേണ്ടി പിറവ് കൊണ്ടതാ? 921 കുറെ ആളുകൾ നിസ്കരിക്കാതെ വന്നു. അപ്പോൾ ജനങ്ങളെ നിസ്കരിക്കണമെന്ന് പറയാൻ വേണ്ടി മാത്രമല്ല, അതിന് മഹാനായ കെ വി ഉസ്താദ് വാള് പറയുന്നുണ്ട്, അതിന് മഹാനായ കണ്ണീത്ത് ഉസ്താദ് വാള് പറയുന്നുണ്ട്, അതിന് മഹാനായ ശംസുൽ ഉലമ വാള് പറയുന്നുണ്ട്, അതിന് മഹാനായ കോയക്കുട്ടി ഉസ്താദ് 40 ദിവസം ഉറങ്ങാതെ തുടർച്ചയായി വാള് പറഞ്ഞിട്ടുണ്ട്. അതിന് കയ്യും കാലുമില്ലാത്ത KKM കോയ മുസ്ലിയാർ എന്ന അബൂ ഷാക്കിറ സമർത്ഥമായി വാള് പറയാറുണ്ട്. അതിന് CH ഐദ്രൂസ് മുസ്ലിയാർ നടന്നു പോയിട്ട് വാള് പറയാറുണ്ട്. പിന്നെ സമസ്ത ഉണ്ടായത് എന്തിനാണെന്നറിയോ? നിസ്കരിക്കുന്നവരിൽ നിന്ന് ഹിദായത്തങ്ങ് ചോർന്നു പോവുകയാ. അതിന് ഉൽപ്പതിഷ്ണുക്കളുടെ രംഗപ്രവേശനം കാരണമായി. അപ്പോൾ വരക്കൽ മുല്ലക്കോയ തങ്ങളുപ്പാപ്പ എന്ന് പറഞ്ഞ കേരളം കണ്ട മഹാനായ വലിയായ സയ്യിദായ ആലിമ് ചിന്തിച്ചു, ഇത് വീട്ടിൽ ഇങ്ങനെ ഇരിക്കേണ്ട സമയമല്ല. താനൂരിൽ ദർസ് നടത്തുന്ന പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ 100 കുട്ടികള്, അത് എന്റെ മുമ്പിലിരിക്കുന്ന 100 കുട്ടികളല്ലാതെ കോഴിക്കോടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്, അജഗജാന്തരമുണ്ട്. മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ മുമ്പിലിരിക്കുന്ന കുട്ടികള് ദർസ് നടത്താൻ കൽപ്പുറ്റ വലിയ പണ്ഡിതന്മാരാ. പക്ഷെ പാങ്ങിൽ ഉസ്താദിൽ നിന്ന് ഓതാൻ വേണ്ടി വന്നതാ. അങ്ങനെ ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ വിദഗ്ധത്തിന്റെ കൊടുങ്കാറ്റ് കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അടിച്ചു വീശുന്നതിന്റെ ഒരു അലയൊലി ചില ആളുകളെങ്കിലും പിടികൂടിയോ എന്ന സംശയം വന്നപ്പോൾ ബഹുമാനപ്പെട്ട പാങ്ങിൽ ഉസ്താദ് സടകുടഞ്ഞ് എഴുന്നേൽക്കുകയാ. ഇത് മുമ്പിലുള്ള കുട്ടികൾക്ക് ദർസ് നടത്തേണ്ട മാത്രം സമയമല്ല, പാതിരാവിൽ ഓടി നടന്നുകൊണ്ട് ഈ സമൂഹത്തെ സമുദ്ധരിക്കേണ്ട സമയമാ എന്ന് ചിന്തിച്ചുകൊണ്ട് വരക്കൽ പാപ്പാന്റെ പിന്നിൽ അണിനിരക്കുകയാ. അന്ന് തന്നെ സമസ്തയിൽ മെമ്പറല്ലേ മഹാനായ വലിയുള്ളായി കണ്ണീത്ത് ഉസ്താദ്.